ഇപ്പൊ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ലൈസൻസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഫുഡ് ഇൻഡസ്ട്രിയിൽ അതൊരു കടൽ പോലെ കിടക്കുന്ന ഒരു മേഖലയാണ്, അടുത്തൊരു മേഖല. ഓക്കെ. എന്താണ് ഫുഡിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളൊരു വലിയ പ്രത്യേകത ഉണ്ട്. അത് വെറും ഒരു ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാം, ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് പിന്നെ അതർ ആളുകളുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്ട്സിന്റെ ഡീലർഷിപ്പ് പോലെ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഇങ്ങനെ ഫുഡ് സ്റ്റെഫ് ട്രേഡിങ്ങിന്റെ ആക്ടിവിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റും. ഫുഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിനുശേഷം പിന്നെ അടുത്ത ഫുഡ് സ്റ്റെഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ബേബി ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പാക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന ഫുഡുകൾ നമ്മൾ കാണാം, ഓരോ ബ്രാൻഡൊക്കെ ഇട്ടുകൊണ്ട്. അല്ലെങ്കിൽ കറി പൗഡർ, ഇപ്പം നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ നെല്ലറ അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോ ബ്രാൻഡ് കാണാം. ഇതിനൊക്കെ ഈ എഡിബിൾ ഐറ്റംസ് എന്ത് വരാണെങ്കിലും ദുബായ് മുനിസിപ്പാലിറ്റിന്റെ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ എടുക്കണം. ഓരോ പ്രോഡക്റ്റിനും നമുക്ക് പ്രോഡക്റ്റ് രജിസ്ട്രേഷനും പ്രോഡക്റ്റ് ബാർകോഡ്, പ്രോഡക്റ്റ് പിന്നെ ടെസ്റ്റിങ് എല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ ഈ എഡിബിൾ ഐറ്റംസ് വിൽക്കാനായി സാധിക്കും. അത് ഇന്റർനാഷണലി വരുന്നതായാലും യു എയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലൊക്കെ അതാണ്. അടുത്തത് ഫുഡിന്റെ പാക്കേജിങ് ഇൻഡസ്ട്രി ഉണ്ട്, മനസ്സിലായില്ല. അപ്പൊ പാക്കിംഗ് ഉണ്ട്, ഫ്ലോർ മില്ലുണ്ട്, ഫുഡ് പിന്നെ മായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സീ ഫുഡൊക്കെ ചെയ്യുകയാണെങ്കിൽ കോൾഡ് സ്റ്റോറേജ് വെച്ചിട്ടുള്ളതുണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ട്രേഡിങ്. അങ്ങനെ അതൊരു വരുന്ന കൺസൾട്ടൻസി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഫുഡ് സ്റ്റെഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള. ഈ ഫുഡ് സ്റ്റെഫ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എക്കണോമിക്കിന്റെ ആക്ടിവിറ്റിയിൽ തന്നെ കൃത്യമായിട്ട് ഡേറ്റ്സ് ട്രേഡിംഗ്, റൈസ് ട്രേഡിംഗ്, ഡ്രൈൻസ്, ഇങ്ങനെ ഒരു ട്രെയിൻസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഷുഗർ വരെ സെപ്പറേറ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഇതെല്ലാം വെക്കണമെന്നല്ല, ജനറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇട്ടാലും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ വ്യക്തത ഉണ്ട് അതിനകത്ത് എന്താ വേണ്ടത്. ഒരു പർട്ടിക്കുലർ ഏരിയനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈസൻസ്. അതെ അതെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ഒരു ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കല്ല. അവരുടെ പ്രോഡക്റ്റിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ ടെസ്റ്റിംഗ്, മുനിസിപ്പാലിറ്റി അപ്രൂവൽ, ബാർകോഡിംഗ് തുടങ്ങി ഒരു എൻറ്റയർ പ്രോസസ് ഉണ്ടല്ലോ. അതിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, അതുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ കോൾഡ് സ്റ്റോറേജ് ഒരാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും വീക്കിലി പ്രൈസിൽ. എല്ലാം നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷനാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ട്രേഡ് ലൈസൻസ് മാത്രമല്ല എന്ന് പറയാൻ വേണ്ടി.